എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്ന ബാങ്കിൻ്റെ പേരാണ് സൂര്യോദയ് സ്മോൾ ഫിനാൻസ് ബാങ്ക്. ചെന്നൈ ബേസ്ഡായ ഒരു ബാങ്കാണിത്. സൂര്യോദയ് സ്മോൾ ഫിനാൻസ് കറണ്ട് മാർക്കറ്റ് റേറ്റ് 176 രൂപയാണ്. നമുക്കതിൻ്റെ ഫുൾ ഡീറ്റെയിൽസിലേക്ക് പോകാം. ആദ്യം നമുക്ക് ഫണ്ടമെൻ്റൽ വശങ്ങളൊന്ന് പരിശോധിച്ച് നോക്കാം. മാർക്കറ്റ് ക്യാപ്പ് സൂര്യോദയ് സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് 1874 കോടിയാണ്. സ്റ്റോക്ക് പി വരുന്നത് 9.66, ROC വരുന്നത് 9.3%, ROE 5.3% കാണിക്കുന്നതിൽ. ക്വാർട്ടറിലെ റിസൾട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ റവന്യൂ നമ്മളൊരു 12 ക്വാർട്ടറിൽ എടുത്തു കഴിഞ്ഞാൽ റവന്യൂ 414 കോടിയുടെ ഈ ക്വാർട്ടറിലെ റവന്യൂ. ലാസ്റ്റ് ക്വാർട്ടർ, അതായത് ക്വാർട്ടർ ടു ക്വാർട്ടർ, അതായത് ഡിസംബർ 22 ഈ കാലയളവിൽ 292 കോടിയുടെ റവന്യൂ ഉള്ളത്. അപ്പോൾ ഒരു റവന്യൂവിലൊരു കുതിച്ചുചാട്ടം ഉണ്ടായിട്ടുണ്ട്. അതൊരു പ്ലസ് പോയിന്റ് ഇവിടെ. അതുകൂടാതെ നെറ്റ് പ്രോഫിറ്റ് നോക്കിയാൽ നമുക്ക് ലാസ്റ്റ് ക്വാർട്ടറിൽ 18 കോടിയുടെ ഉണ്ടായത്, ഇവിടെ 57 കോടി. അപ്പോൾ അവിടെ ഒരു കുതിച്ചുചാട്ടം ഉണ്ടായിട്ടുണ്ട്. അതുകൂടാതെ തൊട്ട് മുന്നത്തെ ക്വാർട്ടറായിട്ട് കമ്പയർ ചെയ്യുമ്പോഴും അവിടെ കുതിച്ചുചാട്ടം ഉണ്ടായിട്ടുണ്ട്. ഈ ക്വാർട്ടറിൽ പ്രോഫിറ്റ് 57 കോടി, സെയിം ക്വാർട്ടറിൽ ഡിസംബർ 22 18 കോടിയുടെ ഉള്ളൂ. അതുകൂടാതെ നമുക്ക് NPA നോക്കിയാലും കാണാം. NPA 2.74 ആയിരുന്നു ലാസ്റ്റ് ക്വാർട്ടർ ടു ക്വാർട്ടർ നോക്കും, അതായത് ഡിസംബർ 22. ഈ ക്വാർട്ടറിൽ 1.42, അതായത് നല്ല രീതിയിൽ NPA കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു 3 പ്ലസ് കാര്യങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. റവന്യൂവിൽ നല്ല ഉയർച്ച, പ്രോഫിറ്റിൽ നല്ല ഗ്രോത്ത്, NPA കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ടെക്നിക്കൽ വശങ്ങളിൽ ഒന്ന് പോകാം. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ കാണുന്നതാണ് സൂര്യോദയ് സ്മോൾ ഫിനാൻസിൻ്റെ വീക്കിലി ചാർട്ട്. ഇത് ഒരു വീക്കിലി ചാർട്ടാണ് ഇവിടെ കാണുന്നത്. നമുക്കിതിൽ നോക്കിയാൽ കാണാൻ പറ്റും ഷെയർ നല്ല രീതിയിൽ ലിസ്റ്റ് ചെയ്ത്, നമുക്ക് ചാർട്ടൊന്ന് ചെറുതാക്കാം. ലിസ്റ്റ് ചെയ്തെടുത്ത് നിന്ന് നല്ല രീതിയിൽ താഴ്ന്നത്, അതായത് 300-ൽ നിന്ന് ഏകദേശം ഒരു 80 വരെ താഴ്ന്നത്, വളരെ നല്ല രീതിയിൽ താഴ്ന്നിട്ട് ഒരു കൺസോളിഡേഷൻ ഫേസ് ഇവിടെ ട്രേഡ് ചെയ്തിരുന്നു. അതിനുശേഷം കയറിയിട്ട് വീണ്ടും ഒരു കൺസോളിഡേഷൻ റേഞ്ചിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നന്നായിട്ട് താഴ്ന്നു, അതിന് കൺസോളിഡേഷൻ വീണ്ടും ഒരു ബ്രേക്ക് ഔട്ട് കിട്ടി. അവിടെ നല്ല വോളിയം ഉണ്ട്. ഈ ഭാഗത്ത് നല്ല വോളിയം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൺസോളിഡേഷനിലാണ് ഇപ്പോൾ നിൽക്കുന്ന റേഞ്ച്. ഇവിടെയാണ് ഇപ്പം നിൽക്കുന്നത് ഒരു സപ്പോർട്ട് എടുത്ത ഏരിയ. ഇതാണ് ഒരു സപ്പോർട്ട് എടുത്ത ഏരിയ. അതായത് ഇവിടെ ഒരു ചെറിയൊരു കൺസോളിഡേഷൻ കഴിഞ്ഞ് ഒരു വലിയ ക്യാൻഡിലോട് വേണ്ടി കയറിപ്പോയതാണ്. ഇവിടെ ഒരു വലിയ ക്യാൻഡിലോട് കയറിപ്പോയി. അതുകൂടാതെ ആ ക്യാൻഡിൽ അവിടെയാണ് ഒരു സപ്പോർട്ട് എടുത്തത്. അതായത് ഇവിടെ ഒരു റേഞ്ച് ഓഫ് സപ്പോർട്ട്, ഇവിടെ ഒരു ക്യാൻഡിൽ സപ്പോർട്ട് എടുത്തിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. നമുക്ക് ഈ ലൈൻ ഒന്നുകൂടി നീട്ടി ഒന്ന് വരച്ചു നോക്കാം ബാക്കിലേക്ക്. ഇവിടെ സപ്പോർട്ട് എടുത്തത് നമുക്കറിയാം. അതുകൂടാതെ ഈ ലൈൻ ഒന്ന് നീട്ടി വരയ്ക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ നീട്ടി വരച്ചു. അപ്പോൾ ഇപ്പം എന്താണ് നമ്മൾ കാണുന്നത്? ഈ ലൈനിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് നേരെ ഫാളായി വന്ന ആ റേഞ്ച്, ഇവിടെ ഫാളായി വന്നു സ്റ്റോക്ക്. ആ 300-ൽ നിന്ന് ഫാളായിട്ട് വന്നിട്ട് വലിയ ക്യാൻഡിൽ ഇവിടെ വന്ന് സ്റ്റക്കായി നിന്നു. അതിനുശേഷം ഒരു വലിയ ക്യാൻഡിൽ വന്നു, കയറാനായിട്ട് സാധിച്ചില്ല. വീണ്ടും ഇവിടെ വന്നു. ഒരു 4-5 ക്യാൻഡിൽ ഇവിടെ നിന്നു. ഈ ഏരിയയിൽ നിന്നു, നേരെ അത് ഫാളായി. അതുകൂടാതെ വീണ്ടും ഈ ഏരിയയിൽ തന്നെ വന്നു നിന്നു. എന്തുകൊണ്ട് ഷെയർ ഇങ്ങോട്ട് പോയില്ല, ഇവിടേക്ക് പോയില്ല, ഈ ഏരിയയിൽ തന്നെ വന്നു നിന്നു. വീണ്ടും ഫാളായി, മനസ്സിലായി. വീണ്ടും ഫാളായിട്ട് നേരെ റേഞ്ച് ഇവിടെ വരെ വീണ്ടും വന്നു. ഒരു ഗ്രീൻ ക്യാൻഡിൽ ഇവിടെ വന്നിട്ട് ഒരു 2 ക്യാൻഡിൽ, അതായത് 2 ആഴ്ച അതുകൊണ്ട് കയറി. അതുകൂടാതെ വീണ്ടും ഒരു റൗണ്ടിങ് ബോട്ട്. അപ്പോൾ ഈ ലൈൻ നല്ലൊരു സപ്പോർട്ടിങ് ലൈനാണിത്. നല്ല സപ്പോർട്ട് പോയിൻ്റുള്ള ഒരു ലൈനാണ് നമ്മളിപ്പോൾ വരച്ചിട്ടുള്ള ലൈൻ. 150, 145 ആ ലൈൻ. നമ്മൾ പയ്യേണ്ട ഇതിൽ പരിഗണിക്കുന്നുണ്ടെങ്കിൽ കൃത്യമായ സപ്പോർട്ട് പോയിൻ്റാണിത്. അതായത് നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇടേണ്ട ആ റേഞ്ചാണ് ഈ റേഞ്ച്. അതായത് 145, 150 ആ റേഞ്ചിൻ്റെ പ്രത്യേകത നമ്മൾ വരച്ച് കാണിച്ചു തന്നു. എത്രയോ പ്രാവശ്യം ആ റേഞ്ച്. അപ്പോൾ ആ റേഞ്ച് ഒരു നല്ലൊരു റേഞ്ചാണത്. അതുകൂടാതെ നമുക്ക് വേറൊരു പോയിൻ്റ് ഇവിടെ കാണാനുള്ളത് എന്ന് വെച്ചാൽ ഈ ഗ്രീൻ ക്യാൻഡിലിൻ്റെ ഹൈ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് നോക്കാം. ഈ ഗ്രീൻ ക്യാൻഡിലിൻ്റെ ഹൈ 184.
അതിൻ്റെ ലോയും നമുക്കൊന്ന് മാർക്ക് ചെയ്ത് നോക്കാം. ഉണ്ടായിരുന്നിട്ടല്ലോ. അപ്പോൾ അതിൻ്റെ ലോ എന്ന് പറയുന്നത് 158, 184, 158. അതാണ് ആ റേഞ്ച്, ആ ക്യാൻഡിലിൻ്റെ റേഞ്ച്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു 5 6 ക്യാൻഡിലായി ഇപ്പോൾ ഈ റേഞ്ചിനുള്ളിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊരു മദർ ക്യാൻഡിലാണ്. മദർ ക്യാൻഡിലിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതിന് മുകളിൽ 184 മുകളിൽ ഒരു വീക്കിലി ക്യാൻഡിൽ ഒരു ക്ലോസിങ് വരികയാണെങ്കിൽ നമുക്കിവിടെ ഒരു ബൈ എൻട്രി എടുക്കാവുന്നതാണ്. കൃത്യം 158 നമുക്കൊരു സ്റ്റോപ്പ് ലോസും വയ്ക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ അതൊരു മദർ ക്യാൻഡിൽ. അത് നമുക്ക് ട്രേഡ് ചെയ്യാവുന്ന ഒരു മെത്തേഡ്, അതൊരു മെത്തേഡാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അത് മദർ ക്യാൻഡിൽ ബേസ് വെച്ചിട്ടുള്ള ട്രേഡിംഗ് ആണ് നമ്മൾ പറയുന്നത്. വരും ദിവസങ്ങളിൽ ഇതിന് മുകളിൽ 184 മുകളിൽ കയറുന്നുണ്ടെങ്കിൽ 158 സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് നമുക്ക് കറൻറ്റ് ടാർഗറ്റ് നമ്മൾ പറയുന്നതാണ് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൽ നമ്മൾ ഫണ്ടമെൻ്റൽ വെച്ച് നോക്കുമ്പോൾ ഫണ്ടമെൻ്റൽ ക്രൈറ്റീരിയ റവന്യൂവിൽ നല്ല ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്, അതില്ല പ്രോഫിറ്റ് നല്ല ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്, NPA നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കണ്ടീഷൻസ് അവിടെ നിൽക്കുന്നുണ്ട്, നൈറ്റ് ഒന്നുമില്ല. അപ്പോൾ ഇത് ഈ 184 ഇതൊരു ടെക്നിക്കൽ ബേസ്ഡുള്ള ഒരു സ്റ്റോക്കാണ്. അതുകൊണ്ടാണ് പറയുന്നത്, അതായത് ടെക്നിക്കൽ വെച്ചിട്ട് ലോങ് ടേമിലേക്ക് അല്ല നമ്മൾ പറയുന്നത്. ടെക്നിക്കൽ അതായത് മേടിക്കുക ഒരു 10-20% കിട്ടുമ്പോൾ വിറ്റുമാറുന്ന ആ ഇതിൽ, അതായത് ഒരു മീഡിയം ടേം ടു സ്വിംഗ് ട്രേഡിങ്, അതാണ് നമ്മൾ പറയുന്നത് ഇത്. അപ്പോൾ 184 മുകളിൽ ഒരു ക്ലോസിങ് നമുക്ക് കിട്ടുകയാണെങ്കിൽ ഇതൊരു ബൈ എൻട്രി പരിഗണിക്കാം. അത് ട്രേഡിംഗ് നമ്പർ 1. നമ്മളിപ്പോൾ ട്രേഡിംഗ് നമ്പർ 1 നമ്മൾ പറഞ്ഞു കൊടുത്തു എങ്ങനെ അവിടെ ഒരു ബൈ എൻട്രി എടുക്കാന്നുള്ളത് 1. ഇനി ഇതിപ്പോൾ ഒരു റേഞ്ചിൽ കിടന്നിട്ടാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. അതാണ് ഇവിടെ ഒരു റേഞ്ചാണിത്. അതായത് ആ റേഞ്ച് എന്ന് പറയുന്നത് നമുക്ക് അവിടെ ഒരു മാർക്ക് ചെയ്യാം. 195 റേഞ്ച്. നമുക്ക് ആ റേഞ്ച് ഒന്ന് മാർക്ക് ചെയ്യാം. അതായത് 195 ഒരു 146 നമ്മൾ നേരത്തെ പറഞ്ഞ 195 താഴെ 145 ഇതിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്ത എൻട്രി ഈ റേഞ്ച് ബ്രേക്ക് ഔട്ട് ചെയ്യുമ്പോൾ, അതായത് 195 മുകളിൽ ഒരു ഗ്രീൻ ക്യാൻഡിൽ വരികയാണെങ്കിൽ അവിടെയും നമുക്ക് നല്ല എൻട്രി. കാരണം ആ എൻട്രി എന്ന് പറയുന്നത് ഈ റേഞ്ച് ബ്രേക്ക് ഔട്ടിൻ്റെ ഒരു എൻട്രിയാണത്. നമുക്ക് നല്ല രീതിയിൽ ഇവിടെ വേണമെങ്കിൽ നമുക്കൊരു സ്റ്റോപ്പ് ലോസ് പരിഗണിക്കാം, അല്ലെങ്കിൽ ഇവിടെയും നമ്മൾക്ക് ഒരു സപ്പോർട്ട്, നല്ലൊരു സപ്പോർട്ടാണ് ഇത്. ഈ ലൈൻ നല്ലൊരു സപ്പോർട്ടാണ്. അപ്പോൾ ആ 145 നമുക്കൊരു സപ്പോർട്ടായിട്ട് പരിഗണിക്കാം. സ്റ്റോപ്പ് ലോസ് ഇടേണ്ടതാണ് അവിടെ. നമ്മളെ കൃത്യമായ റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറയുന്നത് ഒരു 225 വരെ നമുക്ക് ഈസി ആയിട്ട് ഇത് ലഭിക്കുന്നു. കാരണം 225 നമുക്കൊരു നല്ല റെസിസ്റ്റൻസ് പോയിന്റ് കാണുന്നുണ്ട് ഇവിടെ 220. അപ്പോൾ ഇവിടെ നിന്ന് അത് ബ്രേക്ക് ഔട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു 225 വരെ നമുക്ക് ഈസി ആയിട്ട് നമുക്കിതിലൊരു ടാർഗറ്റ് കിട്ടുന്നതാണ്. ഇനി 225 വന്നിട്ട് അവിടെ ഒരു കൺസോളിഡേഷൻ ഫേസ് രൂപപ്പെട്ടിട്ട് വീണ്ടും ഒരു അപ്സൈഡ് ഉണ്ടെങ്കിൽ അവിടെയും നമുക്ക് നല്ലൊരു എൻട്രി പരിഗണിക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഒരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ടാർഗറ്റാണ് 225 വരെ പിടിക്കും, ഇമ്മീഡിയറ്റ് ടാർഗറ്റ്. ഈ നമ്മളീ പറഞ്ഞ ഈ 195 റേഞ്ച് ഉണ്ടല്ലോ, അവിടെ നമുക്കൊരു ലൈൻ വരച്ച് നോക്കാം എന്താണ് അവിടെ വന്നതെന്നുള്ളത്. അല്ല, ഇവിടെ നമ്മളൊരു 195 ലൈൻ വരച്ചു. ആ ലൈൻ നമുക്കൊന്ന് നീട്ടി ബാക്കിലേക്ക് ഒന്ന് വരച്ച് നോക്കാം. അപ്പോൾ ആ ലൈൻ എന്ന് പറയുന്നത് ഇവിടെ ഒരു വലിയ ഗ്രീൻ ക്യാൻഡിൽ വന്നു, അത് മുകളിലേക്ക് പോകാനായിട്ട് സാധിച്ചു. അവിടെ പോസ് ചെയ്തു, ആ ഗ്രീൻ ക്യാൻഡിൽ അവിടെ പോസായി, ഇവിടെ കണ്ട പോസായിട്ട് അവിടെ നിന്നാണ് താഴെ വന്നത്. അപ്പോൾ ഈ 195 എന്ന് പറയുന്ന ഈ റേഞ്ചും നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയയാണ്. അപ്പോൾ ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ വീണ്ടും നമുക്ക് നല്ലൊരു അപ്സൈഡ് കിട്ടും. അതാണ് ഈ റേഞ്ചിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മൾ വരച്ച ഈ 195 ലെവൽ അത് ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇമ്മീഡിയറ്റ് ടാർഗറ്റ് കിട്ടാവുന്നതാണ് 225. അതിന് മുകളിലേക്ക് നല്ലൊരു ഗ്രീൻ ക്യാൻഡിൽ വന്നാൽ വീണ്ടും ഇത് സ്റ്റോക്ക് നല്ല അപ്സൈഡിലേക്ക് പോകും. അപ്സൈഡിലേക്ക് പോകുമെന്ന് വെച്ചാൽ വീണ്ടും അത് ഇയർ ഹൈ ഒക്കെ കട്ട് ചെയ്ത് പോകാനായിട്ട് സാധ്യത കാണുന്നുണ്ട് ആസ് പെർ ദ ചാർട്ട് വെച്ച് നമ്മൾ നോക്കുമ്പോൾ. അതുകൂടാതെ പോസിറ്റീവായിട്ട് ഫണ്ടമെൻ്റൽ ക്രൈറ്റീരിയ നമ്മൾ നോക്കി അതിൽ പോസിറ്റീവാണ് കാണുന്നത്. അപ്പോൾ ഇത്രയുമാണ് സൂര്യോദയ് സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ ഒരു ടെക്നിക്കൽ സ്റ്റഡി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കാണുന്നു. അപ്പോൾ എല്ലാവർക്കും
നല്ല രീതിയിൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.